ഹലോ ഫ്ലൈവീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു കസ്റ്റമേഴ്സ് ടെസ്റ്റിമോണിയൽ വീഡിയോ ആണ്. സ്കോഡ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 1 lakh യൂണിറ്റാണ് വിറ്റിട്ടുള്ളത്. ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് പ്രീമിയം കാർ മാത്രം നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ചെക്ക് ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 2 ദശാബ്ദത്തിലേറെ ഒക്ടാവിയ, ലോറ, സൂപ്പർ എന്നീ വണ്ടികളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ക്വാളിറ്റി ആൻഡ് സ്മാർട്ട്. ഇതാണ് സ്കോഡ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിലേറെ ആയിട്ട് സ്കോഡ ഇന്ത്യ സെൻട്രിക് ആയിട്ടുള്ള കാറുകളെ കൊണ്ടുവരുന്നത്. ഇതിനായിട്ട് സ്കോഡ തന്നെ MQB A0i എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ 2 വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുഷാക്കും സ്ലാവിയും. ഈ 2 വണ്ടികളും അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ 22 മുതൽ 23 ഇടയ്ക്ക് 100% സൈസ് കൂടിയിട്ടുള്ള കോഡിയാക്കും ചേർന്നിട്ടാണ് ഈ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ 1 lakh കസ്റ്റമേഴ്സിനും കേരളത്തിൽ നിന്നുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പി കസ്റ്റമേഴ്സിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഫ്ലൈ. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ വാര്യർ. ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് കൊച്ചിയും തൃശ്ശൂരുമായിട്ടാണ്. ഞാനൊരു സിംഗർ, കമ്പോസർ ആൻഡ് മ്യൂസിഷ്യനാണ്. ഞാൻ 2 years ബാക്ക് എൻ്റെ സിസ്റ്ററിന്റെ വെഡിങ്ങിന്റെ സമയത്ത് സ്കോഡ കുഷാക്ക് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 ദിവസത്തേക്ക്. അപ്പോൾ ആ സമയത്ത് ഓടിച്ച് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൈനലി എൻ്റെ കാറ് മാറ്റാനൊരു സമയമായപ്പം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി സ്കോഡ കുഷാക്ക് തന്നെ ആയിരുന്നു. അപ്പം ഡീലർഷിപ്പിൽ പോയി സംസാരിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് അന്ന് തന്നെ പ്രതി മച്ച് ഞാൻ ഡിസൈഡ് ചെയ്തു ഈ വണ്ടി മതി എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സ്കോഡ കുഷാക്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്തത്. എനിക്ക് കുഷാക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈമറി റീസൺ വാസ് ദ സേഫ്റ്റി ഓഫ് ദ കാർ. അത് നമ്മൾ ഈ മറ്റേ ഗ്ലോബൽ റേറ്റിംഗിലെല്ലാം 5 star റേറ്റിംഗിലുള്ള വൺ ഓഫ് ദ വെരി ഫ്യൂ കാർസ് ഇൻ ഇന്ത്യ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ആ സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ദ കാറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ റോഡിൽ പോകുമ്പോൾ ഇപ്പൊ കോർണർ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റെബിലിറ്റി, ദ കാർ ഫീൽ സോളിഡ് ഇൻ യുവർ ഹാൻഡ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഐ എം നോട്ട് മച്ച് ഓഫ് മോട്ടോ ഹെഡ്. ഞാൻ അങ്ങനെ കാറിന് ഭയങ്കര ക്രേസുള്ള ആളൊന്നും അല്ല. പക്ഷെ അപ്പൊ എനിക്ക് എന്താ പറയാ, ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ മാത്രമാണ് എന്റെ ഒരു എന്താ പറയാ ഒരു ഡിസൈഡിങ് ക്രൈറ്റീരിയ. അതിൽ സ്കോഡ കുഷാക്ക് വാസ് ഡെഫിനറ്റ്ലി എ വിന്നർ. ഞാൻ വളരെ കുറച്ച് കാറിലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഫോർ ഷുവർ സ്കോഡ കെയിം മൈൽസ് ഹെഡ്. അപ്പൊ ഞങ്ങൾക്കും എന്റെ വൈഫിനും വളരെ ഇഷ്ടപ്പെട്ട കാറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റെന്റിന് എടുത്ത സമയത്ത് എന്റെ വൈഫിനും വളരെ ഇഷ്ടപ്പെട്ട, അന്ന് തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് കാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കുഷാക്ക് ആയിരിക്കും എന്നുള്ളത്. ദി ഓൺലി റിയൽ ചോയ്സ് വാസ് ഫോർ ദ കളർ. ഏത് കളർ വേണമെന്നുള്ളത് മാത്രമേ ഡിസൈഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനും എന്റെ വൈഫും കൂടെ ഒരുമിച്ച് ഡിസൈഡ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു സ്കോഡ കുഷാക്ക് മതി എന്നുള്ളത്. നമസ്കാരം, ഞാൻ പ്രസാദ് കണ്ണൻ, ജേർണലിസ്റ്റാണ്, ആക്ടറാണ്, റൈറ്ററാണ്. സ്കോഡ ആക്ച്വലി ഇത് എൻ്റെ 5ാമത്തെ വണ്ടിയാണ്. ഞാൻ ഇതിന് മുന്നേയുള്ള വണ്ടികൾ വാങ്ങിച്ചത് ആവശ്യം നിറവേറ്റുക എന്നുള്ള ഒറ്റ ചിന്തയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് വണ്ടി പർച്ചേസ് ചെയ്യായിരുന്നു. പക്ഷേ സ്കോഡയിലേക്ക് ഞാൻ എത്തിയത് ശരിക്കും 2 മാസവും 12 ദിവസത്തെയും റിസർച്ചിന് ഒടുവിലാണ് ഞാൻ സ്കോഡയിലേക്ക് എത്തിയത്. അതെന്തുകൊണ്ട് എത്തിയെന്ന് എന്നുള്ള ചോദ്യം ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ഉണ്ടാകും. ഈ ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും എണ്ണത്തിൽ കൂടുതൽ ഫുൾഫിൽ ചെയ്യുന്നത് സ്കോഡ കമ്പനിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്കോഡ എടുത്തത്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് സ്കോഡയിലുള്ള യാത്രയിൽ. സ്കോഡ കാർ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, ഫാമിലി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് തോന്നിയതും ഇതിനകത്തുള്ള സ്പേസ് ഉണ്ടല്ലോ, സീറ്റ് സ്പേസ് ആണെങ്കിലും അതുപോലെ തന്നെ ലഗേജ് സ്പേസ് ആണെങ്കിലും ഇതൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് നമുക്ക് തരുന്നത് കംഫർട്ടബിലിറ്റി വളരെ കൂടുതലാണ് നമുക്ക്. അപ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ സ്കോഡ മുന്നോട്ട് വെക്കുന്ന ഒരു സവിശേഷതയാണ്. അത് കൂടാതെ വേണ്ടി ചേർത്ത് വെക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്കോഡ ശ്രദ്ധിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളിലേക്ക് മാറ്റി ഉപഭോക്താവിനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഇപ്പം മൊബൈൽ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ സ്ട്രിപ്സുകളൊക്കെ സൂക്ഷിക്കാനും, അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത ചെറിയ കാര്യങ്ങൾ, വളരെ ചെറുതാണ് പക്ഷെ അത് വളരെ യൂസ്ഫുള്ളാണ്, വളരെ സന്തോഷം തരുന്നതാണ്. അതൊക്കെ സ്കോഡക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. എൻ്റെ പേര് സന്തോഷ്. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ തൃപ്പൂണിത്തുറ, എറണാകുളം തന്നെയാണ് സ്വദേശം. ഇതെൻ്റെ വൈഫ്. മൈ നെയിം ഇസ് ബീന. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമർ ആണ്. ഞാൻ കുറേ ട്രാവൽ ചെയ്യാറുണ്ട്. സോ ഞങ്ങളിപ്പോൾ ഐ തിങ്ക് ഒരു 6 months ആയിട്ടുണ്ട് ഈ കാറ് മേടിച്ചിട്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ എന്ന് തന്നെ പറയാം. അബ്സല്യൂട്ട്ലി, ഇറ്റ്സ് ഒരു ഫാമിലി മെമ്പർ ആൻഡ് ഐ എൻജോയ് ഡ്രൈവിംഗ് ആക്ച്വലി. ഞാൻ കുറേ ട്രാവൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഒരു പ്ലാൻ ഇടും, ഞങ്ങളൊരു
ലോങ് ഡ്രൈവ് പോവും. സോ അതിന് ഏറ്റവും പെർഫെക്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ പറയാൻ പറ്റുള്ളൂ. വളരെ വളരെ സ്മൂത്ത് ആൻഡ് ഒരു ടയർഡ്നെസ് ഉണ്ടാവില്ല. ഇൻഫാക്ട് ഞാനൊരു ട്രാവൽ കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ലുക്ക് ടയേർഡ്. അപ്പോൾ നമ്മൾ അത്രയും സ്മൂത്ത് ആണ് ഡ്രൈവിംഗ്. വളരെ കംഫർട്ടബിൾ ആണ്. സീറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ അതിന്റെ ജംപ്സോ ഐ ഡോണ്ട് നോ ടു മച്ച് അബൌട്ട് കാർസ്, ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ടയേർഡ് ആവില്ല. അതാണ് എൻ്റെ ഒരു ബോഡി റോളിംഗ് എന്ന് പറയുന്നത് ഒട്ടുമില്ല വണ്ടിയിൽ. ഞങ്ങൾ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്കോഡയിലേക്ക് വരാനുള്ള കാരണം നമ്മൾ പല കാറുകൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് പല ഓപ്ഷൻസ് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് സ്കോഡ നോക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റിയാണ്. അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി കിഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ റേറ്റഡ് മാത്രമല്ല, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കി പല വണ്ടികളും നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന 5 സ്റ്റാർ ഉണ്ടെങ്കിലും ചില വണ്ടി നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടാറില്ല. ഇത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന തൊട്ട് വണ്ടിയിലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോഴും ഇതിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആ ഫീൽ ഗുഡ് ഫാക്ടർ ഇതിലുണ്ട്. പിന്നെ സ്കോഡ EVM-ൽ പോയപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതായത് ഞാനന്ന് കോൺടാക്ട് ചെയ്തിരുന്ന റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫിനെയായിരുന്നു ഇവിടുത്തെ. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആ വണ്ടിയുടെ ഈവൻ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ട്രാവലിംഗ് ഷെഡ്യൂളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, വണ്ടിയുടെ യൂസേജ് ഒക്കെ പറഞ്ഞപ്പോൾ ഈ വണ്ടിയിൽ ഈച്ച് ആൻഡ് എവറി പാർട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിയിൽ. ഈ എന്താ പറയുക, അതേമാതിരി തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും ഒരു ആക്സിഡൻറ്റ് കാരണം ഓട്ടോ കട്ട് ഓഫ് ആവും ഫ്യൂവല്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സർവീസസ് വളരെ സ്മൂത്ത് ആയിരുന്നു. ഈവൻ എന്താ പറയുക, ആഫ്റ്റർ സെയിൽ സർവീസ് ആയാലും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവീസ് കാര്യമായിട്ട് കിട്ടാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് വന്നിട്ടില്ല. ഈവൻ ചെറിയൊരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ട് ഒരു 2 months ആയപ്പോൾ അല്ലേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വിളിച്ച നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ചെന്നു 1 hourന്റെ അകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് വണ്ടി കയ്യിൽ തന്നു. അപ്പോൾ വളരെ സ്മൂത്താണ്. എന്ത് ചെറിയ കാര്യങ്ങളായാലും നമ്മൾ ചിലപ്പോൾ അത്ര ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാരായിരിക്കില്ല വണ്ടീനെ കുറിച്ച്, പക്ഷേ അവർ നമ്മുടെ വളരെ സില്ലി ക്വസ്റ്റൻ ആണെങ്കിൽ പോലും വളരെ ജെന്യുവൻ ആയിട്ട് അവർ ആൻസർ ചെയ്യാറുണ്ട്. സർവീസിൽ ഭയങ്കര ഹാപ്പിയാണ്. പ്ലസ് ഞങ്ങൾക്കൊരു മോനുണ്ട്, ഒരു 9-year-old സൺ ഉണ്ട്. അപ്പൊ അവനും വന്നിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമ്മളൊരു വി ആർ ആഡിങ് എ ഫാമിലി മെമ്പർ, സോ ഈവൻ ഹി ഷുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോ അവന് പോലും മനസ്സിലായി എല്ലാം, കാറിന്റെ എല്ലാ കാര്യങ്ങളും. they entertained him also. They even answered to his questions. അവന് അത്രയും ഇംപ്രസ്ഡ് ആയി. he wanted to buy all the Skoda cars. in fact അവിടെയുള്ള ലിറ്ററലി ഐ എം നോട്ട് എക്സാജുറേറ്റിംഗ്, അവന് എല്ലാ കാറിലും പോയി ഇരുന്ന് നോക്കി, അമ്മ നമുക്ക് ഇത് മേടിക്കാം, അല്ല അത് മേടിക്കാം. he wanted to buy everything, so he knew everything about the car, and that's really nice. ആഡ് ചെയ്യുകയാണെങ്കിൽ പറയാം, ഞങ്ങൾ ഹൈവേയിൽ പോകുമ്പോ ഞങ്ങള് ഈ ക്രൂയിസ് കൺട്രോൾ റിമൈൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ മോനാണ്. അച്ഛാ അത് യൂസ് ചെയ്യാച്ചാ, അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, വണ്ടി തന്നെ പൊക്കോളുമല്ലോ. അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ക്രൂയിസ് കൺട്രോളൊക്കെ അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ആ ഡ്രൈവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസിൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ പലപ്പോഴും ഇടാൻ തന്നെ മറന്നു. പക്ഷെ അവൻ റിമൈൻഡ് ചെയ്യും, അച്ഛാ ക്രൂയിസ് കൺട്രോൾ ഇട്, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫെദർ ടച്ചിൽ മൈലേജ് ഇപ്പോൾ സ്കോഡ പറയുന്ന മൈലേജിനേക്കാളും എനിക്ക് പലപ്പോഴും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പലപ്പോഴും എയർപോർട്ട് വൈഫ് ട്രാവൽ ചെയ്യുന്ന എയർപോർട്ട് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരാറുണ്ട്. എനിക്ക് 21 മൈലേജ് കിട്ടിയ ദിവസങ്ങളുണ്ട്. അതായത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 35 ഒക്കെ ഉള്ളൂ, പക്ഷേ 21 മൈലേജ് കിട്ടിയ ദിവസങ്ങളുണ്ട്. ഈവൻ ആ ട്രാഫിക്കിൽ മൈലേജിലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഈ ഒരു പെർഫോമൻസിൽ ഈ ഒരു മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് മൈലേജ് അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല, പക്ഷേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന കാരണം. പക്ഷേ ഈവൻ മൈലേജും നല്ലപോലെയുണ്ട്. ഹാപ്പിയാണ്, ഓവറോൾ ഹാപ്പിയാണ്. എൻ്റെ പേര് താണുപിള്ള എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിട്ടയർഡ് MD ആണ്. ഇപ്പോൾ ഇവിടെ താമസം വന്നിട്ട് ഒരു 6 മാസമായുള്ളൂ. ഞാൻ ഹൈദരാബാദിലായിരുന്നു ഇതുവരെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നു. സോഡ വാങ്ങിക്കാൻ കാരണം എൻ്റെ നെയ്ബർ, എൻ്റെ റിലേഷനാണ്, എൻ്റെ മകളുടെ സംബന്ധിയാണ്. അവർ 2 സ്കോഡ വാങ്ങിച്ചു. 5 കൊല്ലമായിട്ട് 2 സ്കോഡ വാങ്ങിച്ച് അവരുടെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഐ ആൾസോ പ്രിഫേർഡ് സ്കോഡ. അല്ലാതെ പിന്നെ നല്ലൊരു സർവീസും കിട്ടി എനിക്ക് സ്കോഡയുടെ ലോക്കൽ ബ്രാഞ്ചിലിരുന്ന്. എസ്പെഷ്യലി ലിപ്പിൻ ഈസ് വെരി കോപ്പറേറ്റീവ് ആൻഡ് വെരി യൂസ്ഫുൾ ടു മീ ഓൾസോ. അതുകൊണ്ട് ഇങ്ങനെ സ്കോഡ വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ ഒരു മൂന്നാർ വഴി രാമേശ്വരം വഴി മധുരൈ, അതെ മധുരൈ, പിന്നെ പഴനി, മരുതമലൈ,
പിന്നെ കോയമ്പത്തൂർ വന്നു, ഒറ്റ ട്രിപ്പ് 3 ദിവസം. നിഷ ഫൗണ്ടേഷൻ പോയി, അവിടെയും പോയി. കോയമ്പത്തൂർ വന്നതിന് ശേഷം ഇവിടെ എറണാകുളം വന്നപ്പോൾ എറണാകുളം ആ റോഡ് ഒരു 4 hours കവർ ചെയ്തു. ഫ്രം കോയമ്പത്തൂർ അത് ഒരു 3 കവർ ചെയ്യാന്ന ഡ്രൈവർ പറയുന്നത്. ഈ പുള്ളി സമ്മതിക്കില്ല, അല്ലെങ്കിൽ 3 മണിക്കൂർ വരാൻ പറ്റും. പക്ഷെ ഒരു അനക്കയില്ല, 100, 150, 140 കിലോമീറ്ററിലൊക്കെ ആ റോഡിൽ പോകുമ്പോൾ അറിയത്തേ ഇല്ല. ആ മീറ്റർ നോക്കിയാലേ അറിയത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 1200 കിലോമീറ്റർ ഹൈവേയിൽ 18 കിലോമീറ്റേഴ്സ്. അന്ന് കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 14 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 12 to 14 സിറ്റിക്കകത്ത്. ഇല്ല, അവർ 14 പറഞ്ഞത് സിറ്റിക്കകത്ത്. നമുക്ക് ഇതിന് 16 കിട്ടി, 12 to 15. ഇൻക്ലൂഡിങ് ഈ മൂന്നാർക്ക് ഏറ്റവും ഇറക്കമൊക്കെ ഇൻക്ലൂഡഡ് 16 കിട്ടി. അങ്ങനെ വി ആർ ഹാപ്പി, വളരെ ഹാപ്പിയാണ്. വളരെ കംഫർട്ടായിട്ട് ഞാൻ പോയി വന്നിട്ട് എസ്പെഷ്യലി അല്ല, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കാറിൽ കയറിയാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. വണ്ടി നിർത്താൻ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. വളരെ സുഖമായിട്ട് പോയി, കുഴപ്പമില്ല. എൻ്റെ പേര് ലിബിൻ ജസ്റ്റിൻ, ഞാൻ BCA സ്റ്റുഡൻ്റ് ആണ്. ഇതെൻ്റെ പപ്പ. എൻ്റെ പേര് ജസ്റ്റിൻ, എൻ്റെ വൈഫ് ദിലി ജസ്റ്റിൻ. ഞങ്ങള് ഒത്തിരി അവിടെ പോയിട്ട് വണ്ടി കാണാനായിട്ട് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ പോയി. എല്ലാ കാര്യത്തിലും സ്കോഡയിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു ആ ടീം. ഞങ്ങളതിൽ വളരെ സന്തോഷമാണ്. ഹായ്, എൻ്റെ പേര് നിതിൻ. ഞാനൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. വീട് ഇവിടെ എറണാകുളം തന്നെ, തൃപ്പൂണിത്തുറ. വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും ഒരു പ്രൈമായിട്ട് വെച്ചിരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. കാരണം അന്ന് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോഴോ നമുക്ക് ഈ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ റേറ്റിംഗ്സ് ഒന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അന്നേ ഒരു 100% ഉറപ്പുണ്ടായിരുന്നു ഇതിന് എങ്ങനെയായാലും 5 star കിട്ടും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നെക്സോണിനേക്കാളും ഒരുപാട് സേഫ്റ്റി റേറ്റിംഗ്സ് അറ്റ്ലീസ്റ്റ് ചൈൽഡ് ഓക്യുപ്പൻസിയിലും ഒക്കെ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. അത് ഈ വണ്ടിയിൽ തീർച്ചയായിട്ടും കാണാനുണ്ട്. കാരണം നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. സർവീസിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് സർവീസ് പാക്കേജ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. നമ്മൾ വളരെ നല്ല ഒരു സർവീസ് സെൻറ്റർ തന്നെ ഇവിടെ എറണാകുളത്തുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ടുപോയി കൊടുക്കുക, അവരുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫൈൻ ട്യൂണിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അവരോട് പറഞ്ഞാൽ എല്ലാം പക്കയായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് 1-2 ചെറിയ സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു തട്ടുമുട്ടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിൻ്റെ നോ ക്ലെയിം പ്രോസസ് ആയാലും എല്ലാ കാര്യങ്ങളിലും അവർ വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് കാര്യങ്ങൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നു. അതൊരു അത്യാവശ്യം 3-4 ദിവസം എടുക്കുന്ന പണിയാണെങ്കിൽ പോലും അവർ പരമാവധി വേഗത്തിൽ തന്നെ ചെയ്ത് നമുക്ക് വണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് ആയാലും ഷോറൂമിൻ്റെ സപ്പോർട്ടായാലും വളരെ നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഈ വണ്ടി മേടിച്ചതിന് ശേഷമായാലും അവർ ഒരു പ്രാവശ്യം വന്ന് വണ്ടിയുടെ ഫീഡ്ബാക്സും സജഷൻസും എങ്ങനെയുണ്ടെന്നുള്ള ഒരു ഒപ്പീനിയൻ അവർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ആ ഒരു കണക്ട് കീപ്പ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് EVM ഗ്രൂപ്പിൻ്റെ ഷോറൂമിലുള്ള എല്ലാ സ്റ്റാഫും മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും പിന്നെ അതുപോലെ തന്നെ EVMൻ്റെ സർവീസ് സെൻറ്റർ ആയാലും കളമശ്ശേരിയിലുള്ള അവരുടെ സർവീസ് സെൻറ്റർ ആയാലും അതിൻ്റെ എല്ലാ മാനേജേഴ്സ് ആയാലും അവരോടൊക്കെ താങ്ക്സ് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. Hi, I'm Prashant. I work in a company called Indigene in Bangalore. I've owned this car for about 3 months right now. I also come from a previous Volkswagen Group vehicle. I had a Vento earlier before buying this. I'm based out of Kochi and I'm 26 years old. One thing in the car would be the infotainment system. The speaker system is extremely good and I love listening to music on it. Family finds it very comfortable. They also like that the vehicle is a little small, not very large, and they like the color. Yes, I've been on drives from Kochi to Bangalore, 3 trips so far. It is extremely good. High speed stability is great. I've not gone for the service yet, but my experience at the showroom was extremely good. I had decent number of test drives and a very informative sales advisor. എൻ്റെ പേര് ആൽവിൻ എന്നാണ്. ഞാൻ ബേസിക്കലി കാലടിയിലാണ്, ഓഫീസ് അങ്കമാലിയിലാണ്. ഞാൻ ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇതെൻ്റെ അനിയൻ ആൽബർട്ട്. ഞങ്ങൾ കൂടുതലും ഈ വണ്ടിയോട് ഇഷ്ടം തോന്നിയത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലുള്ള ആ വോളിയം കൺട്രോൾസും അതിൻ്റെ സെലക്ഷൻ കൺട്രോൾസും ആണ്. അത് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ എടുക്കാനും വോളിയം കൂട്ടാൻ അതുപോലെ കോൾ എടുക്കാൻ അറ്റൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്.
പിന്നെ ഒരു സ്പോർട്സ് മോഡ് ഉണ്ട്, ആ ലിവറിൽ ഗിയർ ലിവറിലുള്ള സ്പോർട്സ് മോഡ്. അത് വണ്ടി ഓടിക്കുമ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടുകാരും നമ്മളൊക്കെ നോക്കുമ്പോഴായാലും എല്ലാവരുടെയും സേഫ്റ്റി ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ കാറിനകത്തിരിക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം അത്രയും കംഫർട്ടാണ്. നമുക്ക് പിള്ളേരും കൂടി ഉള്ള കാരണം കൊണ്ടേ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഇത്രയും ദൂരം ലോങ് പോകുന്നു അങ്ങനെയുള്ളൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് സേഫ്റ്റി ഉണ്ട്, നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. ഞങ്ങൾക്ക് എടുത്തതിന് ശേഷം കുറച്ച് ലോങ് യാത്രകൾ ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്യേണ്ടി വന്നായിരുന്നു. അതും കുട്ടികളെയൊക്കെ കൊണ്ട് പോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഒരു സ്റ്റഡിയാണ്, യാത്ര ചെയ്തിട്ട് ഒരു ക്ഷീണം നമ്മൾ അറിയുന്നില്ല. പിന്നെ ഓടിക്കാനും സാധാരണ ഓടിക്കാനും സ്റ്റിയറിങ്ങും ഡ്രൈവിംഗ് സൈഡ് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 മാസമായി 6 മാസം കഴിഞ്ഞു സ്കോഡ സ്ലാവിയ എടുത്തിട്ട്. നമ്മൾ എടുത്ത സമയത്തായാലും EVM സ്കോഡ നമ്മളെ ഒരുപാട് എന്താ പറഞ്ഞാൽ നമ്മളെ കെയർ ചെയ്തു. നമുക്ക് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവിന് ആവശ്യമുള്ളത് തന്നു. പിന്നെ നമുക്ക് സെയിൽസ് കഴിഞ്ഞിട്ടായാലും സർവീസിൻ്റെ കേസിലായാലും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായാലും സർവീസൊക്കെ ക്ലിയർ ചെയ്ത് തരാനായാലും EVM സ്കോഡ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് സ്മിത്ത്, ഒരു IT പ്രൊഫഷനാണ്, ബേസ്ഡ് ഓൺ ബാംഗ്ലൂർ. ഞാൻ വണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് നടക്കണം. ഒരു 2022 സ്റ്റാർട്ടിങ് മുതൽ ഞാൻ വണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി നടന്നതാണ്. അപ്പം ഇനിഷ്യലി 2022 early 2022 ആണ് ഈവൻ സ്കോഡ സ്ലാവിയ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആൻഡ് അതർ കാർസ് വേർ ഇൻട്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ഇനിഷ്യലി ഒരു ലൈക്കിംഗ് ഉണ്ടായിരുന്നു സ്ലാവിയുടെ മോഡലിനോട് തന്നെ. ബട്ട് ഇവൻച്വലി ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും അതർ ഇഷ്യൂസും കാരണം എനിക്ക് വണ്ടി എടുക്കുന്നത് കുറച്ച് ഡിലേ ആയി. ആൻഡ് ലാസ്റ്റ് 2023 എൻഡിലാണ് എനിക്കിത് വണ്ടി എടുക്കാമെന്നുള്ളൊരു ചാൻസ് കിട്ടിയത്. അത് ഇനിഷ്യലി ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ സ്കോഡയുടെ 1.5 എഞ്ചിൻ ഇറ്റ് വാസ് പ്രെറ്റി ഗുഡ്. ലൈക്ക് അത് ഡ്രൈവ് ചെയ്യാനുള്ളൊരു പ്ലഷർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആ ഒരു എഞ്ചിനാണ് എനിക്ക് ആദ്യം ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ആൻഡ് ഇനിഷ്യലി സ്കോഡൊക്കെ ആ ഒരു മോഡൽ ഒരു ടോപ്പ് എൻഡ് മോഡൽ മാത്രമായിട്ടുള്ളൊരു മോഡലായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇയർ ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ മിഡ് വേരിയൻറ്റ് ആൻഡ് which comes into my financial conditions, and that's why I decided to go with that Skoda 1.5 DSG model. ഓക്കെ, റീസെൻ്റ്ലി ഞാൻ ഈ വണ്ടി വെച്ച് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ട്രിപ്പ് പോയത് കണ്ണൂർ തന്നെയായിരുന്നു. കണ്ണൂർ കാസർഗോഡ് വണ്ടി എടുത്ത് നെക്സ്റ്റ് വീക്ക് തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ആൻഡ് നമുക്കറിയാം കേരളത്തിലെ ത്രൂ ഔട്ട് റോഡ് ഹൈവേ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാരണം ദ റോഡ്സ് വർ പ്രെറ്റി ബാഡ് ത്രൂ ഔട്ട് ആഫ്റ്റർ തൃശ്ശൂർ. ആൻഡ് ഈവൻ ദോ നമ്മൾ അവിടെ വരെ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് അങ്ങനെ ക്ഷീണവും അങ്ങനത്തെ ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല വണ്ടി എടുത്തിട്ട്. ആൻഡ് എന്താ പറയുക, വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു സ്റ്റിയറിംഗ് കംഫർട്ട്, ലൈക്ക് ടേണിങ് ആൻഡ് ഇറ്റ് വാസ് പ്രെറ്റി സ്മൂത്ത്. അതെല്ലാം ഭയങ്കര സ്മൂത്തായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഡ്രൈവ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോയി, റാണിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അതൊരു ജസ്റ്റ് ഒരു ഹില്ലി ഏരിയ ആണ്. അപ്പം ടേൺസ് ആൻഡ് കർവ്സ് എല്ലാം എടുക്കാനാണെങ്കിലും ഈസ് ഓഫ് ഡ്രൈവിങ് ഭയങ്കര pretty good. The ease of driving was pretty good in this vehicle. പിന്നെ otherwise people's family was also comfortable with the seating posture and driving, and even the music system was pretty good. I feel it works for me at least. സ്കോഡ ഡെലിവറി ഞാൻ സ്കോഡ ചൂസ് ചെയ്തത് ബേസിക്കലി എനിക്ക് ഇനിഷ്യലി തൊട്ട് സ്കോഡയുടെ വണ്ടീനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം റീസെൻ്റ്ലി ഒരു കുറച്ച് ഓഫേഴ്സ് എല്ലാം വന്നതോടുകൂടി ഇങ്ങനെ ഒരു പ്രൈസ് റേഞ്ചിൽ വണ്ടി കിട്ടിയപ്പോഴാണ് ഞാൻ ആക്ച്വലി വണ്ടി എടുക്കാൻ തന്നെ ഡിസൈഡ് ചെയ്തത്. ആൻഡ് ഓൾദോ വെഹിക്കിൾ ഡെലിവറി വാസ് പ്രെറ്റി ക്വിക്ക്. എനിക്ക് ഈ കളർ, എൻ്റെ ചോയ്സ് ഓഫ് കളറും എൻ്റെ മോഡലും എല്ലാം അവൈലബിൾ ആയതുകൊണ്ടും എന്താണെന്നറിയില്ല, അത് വിത്തിൻ എ മന്ത് ഓർ 3 വീക്സിൽ എനിക്ക് വെഹിക്കിൾ ഡെലിവറി ചെയ്യാൻ അവർക്ക് പറ്റിയായിരുന്നു EVM മോട്ടോഴ്സിന്. ആൻഡ് ഇത് സർവീസ് വൈസ് എനിക്ക് ഫസ്റ്റ് സർവീസ് ഇസ് ലൈക്ക് 15,000 ഓർ 1 year ടൈം ഫ്രെയിമിലാണ്. ദേ ഹാഡ് ആൻ ഇനിഷ്യൽ സർവീസ് ഇൻ 1 month. അതിൽ അവർ ബേസിക്കലി നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് സർവീസിന് നമ്മളെ വിളിപ്പിച്ചത്. ദേ ആക്ച്വലി ഫിക്സ് മീ ദാറ്റ് ഡാഷ് ക്യാം എല്ലാം അവർ ഫിക്സ് ചെയ്തു തന്നു പ്രോപ്പർലി, ഇൻറ്റേർണലി കറക്റ്റായിട്ട് കൺസീൽഡായിട്ട് അത് ഫിക്സ് ചെയ്ത് തരുകയും ചെയ്തായിരുന്നു. അതെല്ലാം ഇറ്റ് വാസ് ഗുഡ്. ദ സർവീസ് എക്സ്പീരിയൻസ് ആൻഡ് ദ സെയിൽസ് എക്സ്പീരിയൻസ് വാസ് പ്രെറ്റി ഗുഡ് ഫോർ മീ ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എൻ്റെ പേര് സന്തോഷ്, ഞാൻ IT പ്രൊഫഷണലാണ്. 25 വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നു. ഇതെൻ്റെ 5ാമത്തെ
വാഹനമാണ്. ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നതിൽ വെച്ച് ഡീസൽ വാഹനമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു പെർസെപ്ഷൻ പെട്രോൾ എഞ്ചിനോട് ഒരു കുറവുണ്ടായിരുന്നു. 2 കാര്യങ്ങൾ തേടിയാണ് ഞാൻ സ്കോഡയിൽ എത്തിയത്. ഒന്ന്, എൻ്റെ ബാക്ക്, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ എൻ്റെ ബാക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ ബാക്ക് സ്പൈൻ. ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന, ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന, ബോഡി റോളിംഗ് ഇല്ലാത്ത ഒരു വണ്ടി തേടി ഓടിയതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ടെസ്റ്റ് ഡ്രൈവ് EVM സ്കോഡയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ്. അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ നാരോ ഡൗൺ ചെയ്തു സ്കോഡയിലേക്ക്. സ്കോഡയും കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് 3 കമ്പനികളുടെയും ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. ഫൈനലി ബോഡി റോളിംഗ് 0, ബാക്ക് കംഫർട്ട് 0, 100% എന്ന് കിട്ടിയ കാറ് കുഷാക്കും ഇതും സ്ലാവിയുമാണ് ഞങ്ങൾക്ക് കംഫർട്ട് കിട്ടിയത് ഞങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ. അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ കണ്ട ഒരു ഏറ്റവും നല്ലൊരു വാഹനം സെഡാനായ സ്ലാവിയ തന്നെയാണ്. സ്കോഡ സ്ലാവിയയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് 0 ബോഡി റോളിംഗ് ആണ്. അത് ബാക്ക് സീറ്റിലെ കംഫർട്ടാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്. എനിക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് തോന്നിക്കുന്ന ഒരു ഫീച്ചർ സ്റ്റിയറിങ്ങിലെ ഗ്രിപ്പാണ്. ഞാൻ എത്ര സ്പീഡ് എടുത്താലും ആ സ്പീഡ് എനിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എൻജിൻ വേഴ്സസ് ബോഡി, ഇത് രണ്ടിൻ്റെയും കൺട്രോൾ കയ്യിലുണ്ട് എന്നുള്ള എൻ്റെ ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് ഞാൻ ഈ വണ്ടിയിൽ. എൻ്റെ 5 വണ്ടികളിൽ ഇത് 6ാമത്തെ വണ്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് സ്കോഡ സ്ലാവിയയിലാണ്. വണ്ടർഫുൾ എഞ്ചിനീയറിംഗ് ഇൻ ടേംസ് ഓഫ് ഗ്രിപ്പ് ഓൺ ദ സ്റ്റിയറിംഗ്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു മനസ്സിന് സന്തോഷം തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഇതൊരു കൂപ്പ ഫീലിംഗ് ആണ്. മേ ബി യു ക്യാൻ കോൾ ഇറ്റ് എസ് കോപ്പിറ്റ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ എന്നെ സംബന്ധിച്ചതൊരു കൂപ്പ ഫീലിംഗ് ആണ്. എന്ത് സംഭവിച്ചാലും ആ കൂപ്പയ്ക്കകത്ത് ഇരുന്നോളും എന്നുള്ളൊരു കംഫർട്ട് എനിക്ക് സേഫ്റ്റി ആംഗിളിൽ ഈ കാറിൽ ഫീൽ ചെയ്യുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ക്രൂയിസ് ആണ്. അപ്പം ക്രൂയിസ് മോഡലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഈ വണ്ടിയിൽ. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നു എൻ്റെ ലോങ് ഡ്രൈവുകളിൽ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടത് പേസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ആ ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഗ്രിപ്പോടെ ബ്രേക്ക് ചെയ്യുക വിത്തൗട്ട് മേക്കിംഗ് എനി വൺ ഡിസ്കംഫർട്ട്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. സ്ലാവിയ എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്നത് EVM സ്കോഡയിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതും നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നതും, നമുക്ക് അതിൻ്റെ കൂടെ ആപ്പും കൂടെ കിട്ടുമ്പോൾ ആപ്പിലൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുക എന്ന് പറയുന്നതും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സ്കോഡ. എസ്പെഷ്യലി EVMൻ്റെ ഒരു ടീം അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടിയുടെ ഒരു ഓപ്ഷൻ വന്നാലും എന്ത് ഓപ്ഷൻസ് പ്രൊവൈഡഡ് ബൈ സ്കോഡ ഓർ ബൈ EVM ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് പാർട്സിൻ്റെ ക്ലീനിങ് മുതൽ ഇപ്പോൾ ഒരു എഞ്ചിൻ ക്ലീനിങ് ഒരു പ്രോപ്പർ ഒരു ഡോക്ടർസ് അഡ്വൈസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് അഡ്വൈസ് തരുന്നത്. സോ ഇറ്റ്സ് അപ് ടു us to take it or not, but they are fully prepared in terms of being transparent in providing what you need to do, what you should not do. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ബ്രീഫ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് സോ ഫാർ EVM എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് സ്കോഡ സർവീസ്. നിങ്ങൾ കണ്ടല്ലോ എന്താ കസ്റ്റമേഴ്സിന് പറയാനുള്ളത്. ഇത് തന്നെയാണ് ആക്ച്വലി ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. സ്കോഡ ഇന്ത്യയിൽ 2.0 എന്നൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്ലാനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തെടുത്താണ് സ്കോഡ എത്തിയിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള ഒരു കസ്റ്റമറിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള സർവീസ് കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സേഫ്റ്റി കാര്യങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ബ്രാൻഡ് സക്സസ് ആയി. ദാറ്റ്സ് വാട്ട് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആർ നൗ. ഒരു ഡിമാൻഡിങ് ആണ്. പഴയ പോലെയല്ല, ഇന്ത്യൻ കസ്റ്റമേഴ്സിന് പർച്ചേസിംഗ് പവറുണ്ട്, അതേപോലെ തന്നെ അവർ ഡിമാൻഡിങ് ആണ്, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ്. സോ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് എനി ഗുഡ് പ്രോഡക്റ്റ് വിത്ത് സപ്പോർട്ടിങ് സർവീസ് ആൻഡ് ഫീച്ചേഴ്സ്, യു വിൽ ബി സക്സസ്ഫുൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കോഡ ഇപ്പോൾ നേടിയിട്ടുള്ള 1 lakh സെയിൽ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിമോണിയൽ എന്ന് പറയാവുന്നത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയറും ചെയ്യുക. അടുത്തവണ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.